ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ടോപ്പിക്ക് വിസ്തരിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. തമ്മിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ടാവും. അത് തന്നെയാണ് സംഗതി. നമ്മളെ രാവിലത്തെ ആ ഒരു ക്വിക്ക് ക്ലീനിങ്ങിൻ്റെ റൊട്ടീൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വലിയ റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളോ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. പക്ഷേ ഒരാൾ ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടൂലേ? അങ്ങനത്തെ ഒരു വീഡിയോ ആണ്, ഒരു കട്ട ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ആയിരിക്കും നമ്മളെ ഇന്നത്തെ വീഡിയോ. രാവിലെ തന്നെ നമുക്ക് എങ്ങനെ ചിട്ടയായിട്ട് നമ്മളെ വീടൊക്കെ ഒതുക്കി വൃത്തിയാക്കി വെക്കുക, ശീലങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. സംഗതി ഇപ്പം നമ്മൾ രാവിലത്തെ ആ ഒരു ക്ലീനിങ്ങിനെ പറ്റിയാൽ പറയണമെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ തലേ ദിവസം തന്നെ ഒരു ദിവസം തുടങ്ങാന്ന് പറയുന്നത് തലേന്ന് മുതലാണെന്ന് പറയില്ലേ. തലേ ദിവസം തന്നെ നമ്മൾ വീടൊക്കെ ഒരുക്കി, ഇപ്പം പറയുകയാണെങ്കിൽ സ്കൂളൊക്കെ തുറന്നല്ല, അപ്പം കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ബാഗും കാര്യങ്ങളും ഓരോ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യൂലേ. പിറ്റേ ദിവസം ആ ഒരു ജഗപൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് നല്ലൊരു സ്റ്റാർട്ട് കിട്ടുന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള വീട് കാണുമ്പോൾ എണീറ്റ് വരുമ്പം തന്നെ വാരി വലിച്ചൊന്നിടാണ്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ആ വീടും അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സമാധാനമല്ലേ. അല്ലാണ്ട് നമ്മൾ എണീറ്റ് വന്ന് അടുക്കളയിൽ ജഗപൊകയായിട്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് സിങ്ക് നിറച്ചും പാത്രം അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി, കുറേ തുണി അവിടെ കുറേ തുണി ഇവിടെ, മൊത്തം വലിച്ചു വാരിയിട്ടൊരു വീടാണ് നമ്മളെ മുമ്പിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ദിവസം പോക്കായിരിക്കും അല്ലേ. നമ്മളെ തന്നെ ശപിച്ചുകൊണ്ടായിരിക്കും ആ ഒരു ദിവസം തുടങ്ങുക. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു തുടക്കം കിട്ടുന്നുള്ളതാണ്. പിന്നെ പണ്ടത്തെ പോലത്തെ മോർണിംഗ് റൊട്ടി വീഡിയോസ് ഒക്കെ ചെയ്യുക അബീന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നലെ കമൻറ്റ് ബോക്സിൽ ഒരു സജഷൻ പോലെ വന്നിന് കേട്ടോ. അപ്പോൾ ആ ഒരു റൊട്ടിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ എത്തിയില്ല എന്നുള്ളതാണ്. ആ ഒരു നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഒരു ഒഴുക്കിൽ അങ്ങോട്ട് പോകുന്ന സമയമാണല്ലോ ഈ വെക്കേഷൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട, അപ്പോൾ അതൊരു എക്സ്ക്യൂസാണ് നേരം വൈകി എണീക്കാൻ. അങ്ങനെ നമ്മൾ മൊത്തത്തിലൊരു തൂക്കൽ പിടിച്ച ഒരു അവസ്ഥയിലായിരിക്കല്ലോ ഉണ്ടാവുക. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും ആ ഒരു റൊട്ടീനിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ മൊത്തം നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയാവും. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് എന്തായാലും നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും അങ്ങനത്തെ പ്രൊഡക്റ്റീവായിട്ടുള്ള മോർണിംഗ് റൊട്ടീൻ വീഡിയോസൊക്കെ ചെയ്യുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. രാവിലത്തെ മെഡിറ്റേഷൻ ഇരിക്കുക, അഫർമേഷൻ കേൾക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യലില്ല. പിന്നെ നേരെ എണീക്കാന്ന് പറഞ്ഞാൽ ആദ്യം 5:15 5:30 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എണീക്കലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5:45 6 മണി, ഒന്നാമത് എ സിയും വെച്ച് ആ ഒരു സുഖം പിടിച്ചുള്ള ആ ഒരു ഉറക്കമായിരിക്കുമല്ലോ രാവിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് ഇപ്പോൾ എണീക്കണ കാര്യവും. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഒന്ന് റീസെറ്റ് ചെയ്ത് ഒന്നും കൂടി സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഏർലി മോർണിംഗ് റൊട്ടീൻ വീഡിയോസൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരെ കുറച്ച് സമയം ഇരുന്ന് 2-3 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ആ ടു ഡു ലിസ്റ്റൊക്കെ നോക്കിയിരിക്കും കേട്ടോ. അത് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ആ ഒരു ദിവസം ആ ഒരു ടു ഡു ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് തീർക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ കാണുമ്പോൾ. അപ്പോൾ സിമ്പിളായിട്ട് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ശിഖമോളും സ്കൂളിൽ പോകേണ്ട ആ ഒരു ഉഷാറിൽ ശിഖമോളും ഇതാ നേരത്തെ എണീറ്റ് എൻ്റെ വയ്യാലെ നടക്കുന്നുണ്ട്. നന്ദൂട്ട ഓൻ്റെ കാര്യങ്ങളായിട്ട്, പിന്നെ നമ്മളെ ടെസ ഉണ്ടല്ലോ, അപ്പോൾ ടെസേൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നന്ദൂട്ടൻ ഓൻ്റെ തിരക്കിലാണ്. പിന്നെ ഏട്ടൻ ഇന്ന് കുറച്ച് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം മിറ്റടിച്ച് വരുന്ന കാര്യത്തിലേക്ക് നിന്നിട്ട്, അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെച്ച് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ വൈകുന്നേരമാണ് ഞാൻ സാധാരണ മിറ്റടിച്ച് വരൽ. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതിങ്ങനെ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് മൊത്തം കച്ചറ ബാക്ക് ഭാഗമാണ് കേട്ടോ അധികം അങ്ങനെ കച്ചറയാവുക. മുന്നിൽ പിന്നെ നമുക്ക് അങ്ങനെ മരവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് വലിയൊരു കുഴപ്പമില്ല. അപ്പോൾ ബാക്ക് ഭാഗം ഫുള്ള് കച്ചറയായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് രാവിലെ തന്നെ അതിന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് അടിച്ച് വരെ വൃത്തിയാക്കിയിട്ട് അത് കഴിഞ്ഞ് കയ്യോടെ തന്നെ നമ്മൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ അലക്കാനുള്ളത് മിഷനിൽ അവിടെ ഇട്ടിട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് അതിൻ്റെ പണി എടുത്തോളൂല്ലോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി നോക്കണം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. മാമാർത്ത് ബ്രാൻഡുകളായിട്ട് പാർട്ട്ണർഷിപ്പ് കൊളാബറേഷൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് മാമാർത്ത് ബ്രാൻഡിൻ്റെ തന്നെ നീം വേരിയൻറ്റിൽ വരുന്ന മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പിനെ പറ്റിയിട്ടാണ്. പിന്നെ മാമാർത്ത് ബ്രാൻഡ് ഒരു ഇന്ത്യൻ ബ്രാൻഡാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ സ്കിൻ ടൈപ്പിനും സ്കിൻ ടോണിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പിനെ പറ്റി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു സോപ്പ് മാത്രമായിട്ടല്ല ആക്ട് ചെയ്യുന്നത്, ഒരു 2-in-1 ബെനിഫിറ്റ് തരുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അതായത് ഒരു ലോഷൻ്റെ ഇതിൻ്റെ പേര് പോലെ തന്നെ ഒരു ലോഷൻ്റെ മോയ്സ്ചറൈസിങ് ബെനിഫിറ്റും ഇതിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡീപ്പായിട്ടുള്ള ക്ലെൻസിങ്ങും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് നീമാണ് അല്ലേ. അപ്പോൾ നീമിനെ പറ്റി നമുക്ക് അറിയാം, സ്കിൻ കെയറിൽ
ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യണത്? നമ്മളെ സ്കിന്നെ പ്യൂരിഫൈ ചെയ്ത് നമ്മൾ ആ ഒരു പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നീം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്ന് സ്മൂത്ത് ആക്കാനും മോയ്സ്ചറൈസിങ് ആയിട്ട് വെക്കാനും ഈ നീം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ വരെ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോക്കിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് ഇവർ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഗ്രേഡ് 1 സോപ്പിൽ വരുന്ന സോപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുക. ഡെയിലി യൂസാണ് ഈ സോപ്പ് എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ധൈര്യത്തോടെ ഉപയോഗിക്കാൻ വേണ്ടി പാരബൺ സിലിക്കൺ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സോപ്പിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വ്യത്യാസങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പിംഗ്സ് കാണുമ്പോൾ അറിയാലോ. ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള നല്ല നമ്മളെ സ്കിൻ എന്താ പറയുക നല്ല പ്യൂരിഫൈങ് ആയിട്ട് ഉള്ള ആ ഒരു എഫക്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പം മാമാർത്ത് പ്രൊഡക്ട്സ് നമുക്ക് ആദ്യം ഓൺലൈനിൽ മാത്രമാണ് അവൈലബിൾ ആയത്. പക്ഷേ ഇപ്പം ഓഫ്ലൈനായിട്ട് മാമാർത്ത് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ ഓഫ്ലൈനായിട്ട് മാമാർത്തിൻ്റെ സ്റ്റോർ കാണുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. പിന്നെ ഇത് ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക, പർപ്പിൾ ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് നമ്മളെ ഫീൽ ഗുഡ് മോം ഫാമിലി മെമ്പേഴ്സിനായിട്ട് അബിന 2024 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 20% നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി കിട്ടും. പിന്നെ മാമാർത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പ് വഴിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും എളുപ്പത്തിൽ മനസ്സിലാക്കാനൊക്കെ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങല്ലേ, നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ നോക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കടലക്കറിയും പുട്ടുമാണ് കേട്ടോ. അപ്പോൾ പുട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് നോക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ ഈ പുട്ടുപൊടി ഇങ്ങനെ പൊടിച്ച് വെക്കലില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ പുട്ട് വസന്തം തന്നെയായിരിക്കും. പുട്ട് ചെറുപയർ, പുട്ട് കടലക്കറി, പുട്ട് ഇഷ്ടുകറി, അങ്ങനെ പുട്ട് വസന്തമായിരിക്കും ഇവിടെ. അത് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടിപ്പിച്ച് കൊണ്ടാക്കലില്ല. അപ്പോൾ വേഗം ഞാൻ എങ്ങനെയാണ് പുട്ടുപൊടി ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ തലേന്ന് ഇങ്ങനെ നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ അരി തലേന്ന് നമ്മൾ കുതിർത്തി വെക്കും. തലേന്ന് കുതിർത്തി വെച്ചിട്ട് രാവിലെ ആവുന്ന സമയത്ത് നല്ലോണം കഴുകി എടുത്തിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ അങ്ങ് ഊറ്റി അവിടെ വെക്കും. അപ്പോൾ ആ സമയം കൊണ്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് കടലക്കറി അങ്ങോട്ട് റെഡിയാക്കാം. അപ്പോൾ അപ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റൊക്കെ മതി കേട്ടോ. ഈ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വാർന്ന് ഇങ്ങനെ അരിപ്പയിലിട്ട് വെച്ചാൽ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വാർന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ഊറ്റി സെറ്റപ്പാക്കി റെഡിയാക്കി അവിടെ വെച്ച് ഇനിയിപ്പോൾ നമ്മളെ കടലക്കറീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കടലക്കറി വെക്കാൻ എല്ലാവർക്കും അറിയില്ലേ. അപ്പം ഞാനിതാ കുക്കറിലൊരു 1 പോട്ട് കറിയാണ് കേട്ടോ എൻ്റെ കടലക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തേങ്ങ കൊണ്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേങ്ങ് കായ് ഒക്കെ ഈ കടലേൻ്റെ കൂട്ടത്തിലിട്ട് വെക്കുന്ന സമയത്ത് ഞാൻ തേങ്ങ അരച്ച് വെക്കലില്ല. അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ചിട്ടോ ആ ഒരു സമയത്ത് മൂടനുസരിച്ചിട്ട് ചിലപ്പോൾ നല്ലോണം വറുത്തരച്ച് നല്ല അടിപൊളിയായിട്ട് വെക്കും. അല്ലെങ്കിൽ പുട്ടിനൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള പച്ചത്തേങ്ങ അരച്ചിട്ട് അങ്ങനെയും വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് കേങ്ങും കൂടി ഇതിൻ്റെ കൂടെ ഇടാനുണ്ട്. അപ്പോൾ ഞാൻ അത് ഇന്നലെയൊക്കെ മുറിച്ചൊക്കെ റെഡിയാക്കി വെച്ചതേന്. ഇന്നലെ രാത്രി കേങ്ങ് പുഴുങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ അതും അവിടെ മുറിച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതേന് കേട്ടോ. അപ്പോൾ ഈ കടലക്കറിയിൽ ഇങ്ങനെ കേങ്ങൊക്കെ ഇട്ട് നിങ്ങളിങ്ങനെ വെക്കലുണ്ടോ? നിങ്ങളുടെ സൈഡിലേക്കൊക്കെ ഇങ്ങനെ കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കടലയും ചെറുപയറൊക്കെ ഉണ്ടാക്കുമ്പോൾ കേങ്ങിട്ട് ഇങ്ങനെ വെക്കലുണ്ടോ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കൊഴുപ്പും കിട്ടും. പിന്നെ തേങ്ങ അരക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ അതവിടെ നിന്നാവട്ടെ, കുക്കർ അതിൻ്റെ പണി എടുത്തോളും, വിസിലടിച്ച് നമ്മൾ അറിയിച്ചോളും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മളെ പുട്ടിൻ്റെ പരിപാടി നോക്കാം. അപ്പം നമ്മൾ ഊറ്റി വെച്ച അരി ഉണ്ടല്ലോ, ആ അരി ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് എടുക്കുക. ജാറ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഇവിടെ എല്ലാത്തിനും കൂടി മിക്സി വാങ്ങുന്ന സമയത്ത് നമുക്ക് ഓരോന്നിനും ഓരോ ജാറുണ്ടാവും. ജ്യൂസ് അടിക്കാൻ വേറെ, അരയ്ക്കാൻ വേറെ, ഒതുക്കാൻ വേറെ എല്ലാം ഉണ്ടാവും. ലാസ്റ്റ് എല്ലാം കൂടി എല്ലാം തകരാറിലായിട്ട് ഇപ്പോൾ ആകെ ഉള്ളതാണ് ഇപ്പോൾ ഈ ഒരു ചെറിയ ജാർ. ഇതിലാണ് ഇപ്പോൾ എല്ലാ കലാപരിപാടികളും. അപ്പം ഞാനിതാ നല്ലോണം പൊടിച്ച് കൊണ്ടുവന്നിക്കണം. അപ്പം മിക്സീൻ്റെ ജാറും ഒന്ന് തുടയ്ക്കുക. അതിലേക്ക് നമ്മൾ കുറച്ചേച്ചായിട്ട് കുറേ ഇട്ട് അങ്ങനെ, ഇപ്പം വലിയ ജാറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ നിറച്ചിട്ടിട്ട് പൊടിക്കരുത് കേട്ടോ. പൊടിക്കുന്ന സമയത്ത് കുറച്ചേച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ നല്ല നൈസായിട്ട് തന്നെ പൊടി കിട്ടും. അപ്പോൾ ആ ഒരു പൊടിയിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കല്ലോ, ഉപ്പിൻ്റെ വെള്ളം ചേർത്ത് പുട്ടുപൊടി ഒന്ന് കുഴച്ചെടുക്കല്ലോ നമ്മൾ. അപ്പോൾ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വറുക്കാത്ത പൊടി ആയതുകൊണ്ട് കുറച്ച്
കുറച്ച് വെള്ളം മതി, വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതങ്ങനെ അപ്പാട് പറ്റിപ്പോവും. അപ്പോൾ അതിന് പകരം കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കുറച്ചധികം ഇടും. ഉപ്പ് നമുക്ക് അത്യാവശ്യത്തിന് വേണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ചധികം ഉപ്പിട്ടിട്ട് ആ ഒരു വെള്ളം കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റോടെ തന്നെ നമുക്ക് പുട്ട് കിട്ടും. പിന്നെ നമ്മൾ കുറേ സമയത്തേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച വൈകുന്നേരം ആ ഒരു സമയത്ത് നമ്മൾ വറുത്ത പുട്ടൊക്കെ ആണെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവില്ലേ. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോഴത്തേക്ക് ഇത് കരിങ്കല്ല് പോലെയാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വൈകുന്നേരം ചില ആൾക്കാർ രാവിലത്തെ വൈകുന്നേരം കുട്ടികൾ വരുമ്പം ചൂടാക്കി കൊടുക്കൂലേ. അപ്പം അങ്ങനെയുള്ള സമയത്ത് അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്നും കൂടി ആവി കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ പുട്ടുപൊടിയൊക്കെ സെറ്റാക്കി വെച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇതാ. പിന്നെ ഞാൻ കടലക്കറി വറുത്തിടാൻ നിന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഇട്ടിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് അത് കാസറോളിലേക്ക് മാറ്റി. നമ്മളെ കറി റെഡിയായി, പുട്ട് റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചക്കത്തേക്കുള്ള ചോറിൻ്റെ പരിപാടി ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കാണ്ട് ആ കാര്യങ്ങളും കൂടി ഞാൻ ചെയ്ത് തീർക്കാൻ ശ്രമിക്കലുണ്ട് കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളും കൂടി റെഡിയാക്കാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ ചോറിൻ്റെ വെള്ളം അവിടെ വെച്ച് അത് ചൂടാവുന്ന സമയത്ത് അരി കഴുകിയിട്ടാൽ അതവിടെ നിന്ന് ആയിക്കോളുമല്ലോ. അപ്പോൾ ശിഖമോക്ക് നന്ദൂട്ടന് അത്ര നിർബന്ധമില്ല കേട്ടോ. ശിഖമോക്ക് ചോറും കറിയും കാര്യങ്ങളും ഉപ്പേരിയൊക്കെ സ്കൂളിലുണ്ടാവും. ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഇവിടെ അടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടാക്കും ചോറ് സ്കൂളിലുണ്ടാവും. അത് കൊടുത്തയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചില കുട്ടികൾ കൊണ്ടുവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശിഖമോൾ പറഞ്ഞതാണ് നമ്മളെ പൊട്ടാറ്റോ ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഞാൻ പൊരിക്കാൻ എയർ ഫ്രയറിൽ എണ്ണേനെ കൊണ്ട് തന്നെ അങ്ങനെ കളിക്കേണ്ട, നമുക്ക് എയർ ഫ്രയർ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എയർ ഫ്രയറിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരാൾക്ക് നീളം കുറഞ്ഞിട്ട് വേണം, ഒരാൾക്ക് തടി കൂടാൻ പാടില്ല. അങ്ങനെ രണ്ടാൾക്ക് രണ്ട് തരമാണ്. അപ്പോൾ ഒരാൾക്ക് ചെറിയ കഷ്ണം ഒരാൾക്ക് വലിയ കഷ്ണമൊക്കെ ആയിട്ട് മുറിച്ചെടുത്തിട്ട് മസാലയൊക്കെ പുരട്ടി കുറച്ച് കോൺഫ്ലോറിലൊക്കെ ആക്കിയിട്ട് എയർ ഫ്രയറിൽ ഇതിങ്ങനെ കോൺഫ്ലോറിൽ ഇവിടുന്ന് ആക്കണമെന്നുണ്ടെന്നുള്ളൂ. കുട്ടികൾ ഉച്ചയാകുമ്പോഴത്തേക്ക് അത് തിന്നുന്ന സമയത്തേക്ക് എന്തായാലും പത്രമ പിടിച്ചു വന്നാലും നമ്മളൊരു സമാധാനത്തിന് ഒരു ക്രിസ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എയർ ഫ്രയറിൽ അങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തേച്ചൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ ഉച്ചക്കത്തേക്കുള്ള കറി റെഡി ആയിട്ടോ. അത് പിന്നെ വേഗം കുക്കറിൽ നമ്മളെ പരിപ്പും വെള്ളരിയാണെന്ന് കറി വെച്ചത്. അപ്പോൾ അത് വേഗം കുക്കറിൽ റെഡിയാക്കി ഒരു വറവൊക്കെ ഇട്ട് ഉച്ചക്കത്തേക്കുള്ള കറി അങ്ങോട്ട് സെറ്റാക്കി. പിന്നെ മീനിപ്പം കുറച്ചായിട്ട് വാങ്ങലില്ല കേട്ടോ. നമ്മളെ അമ്പലത്തിലെ പ്രതിഷ്ഠാദിനാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നോൽമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മീൻ വാങ്ങലില്ല. അപ്പോൾ പച്ചക്കറി ആകുമ്പോൾ എല്ലാവർക്കും ചോറ് അത്രേ പോവുള്ളൂ. പിന്നെ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല, അതൊന്നും ആരും കൂട്ടുമില്ല. അപ്പം പിന്നെ വെറുതെ ഭക്ഷണം വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള വെള്ളരിയും പരിപ്പും കറിയുണ്ട്. നമ്മളെ ചോറ് റെഡിയായി. പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് കുറച്ച് ഞാനും ഏട്ടനും കൂടി ഉച്ചക്കത്തേക്ക് ഞങ്ങൾക്കും കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും തൈരോ മോരോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയാൽ അതും കൂടി മതി. പിന്നെ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ഒരു പേരിനൊരു ഉപ്പേരി ഉണ്ടായി കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ തൊട്ടാരും കൂട്ടലില്ല. പിന്നെ മക്കൾ ഉച്ചക്ക് ഉണ്ടാവില്ലല്ലോ. ഏട്ടൻ അങ്ങനെ ഇപ്പോൾ ഉപ്പേരി കഴിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ദൗത്യം ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നന്ദൂട്ടിന് സ്കൂളിലേക്ക് പോകാൻ റെഡിയായി. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ എയർ ഫ്രയറിൽ ഇതൊക്കെ സെറ്റായി. നമ്മൾ വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ അത് ഫ്രൈ ഒക്കെ ആയി വന്ന് അതും കൊടുത്തയച്ച് നന്ദൂട്ടൻ അങ്ങനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച്. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമുണ്ട്. ഒരു 3/4 ഭാഗം പണിയും തീർന്ന പോലെയാണ്. ക്ലീനിങ് പിന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു എളുപ്പമാണ്. പക്ഷേ ചില ആൾക്കാർക്ക് നേരെ തിരിച്ചായിരിക്കും അല്ലേ. ചില ആൾക്കാർക്ക് കുക്കിംഗ് സിമ്പിളായിരിക്കും, വേഗം ചെയ്ത് തീർക്കാൻ പറ്റുന്ന പോലെ തോന്നും. ക്ലീനിങ്ങിനാണ് കുറച്ചധികം ടൈം എടുക്കാം. അപ്പോൾ അത് ഓരോരുത്തർക്ക് ഓരോ തരത്തിലായിരിക്കില്ലേ. അപ്പോൾ എൻ്റെ കാര്യം ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് ക്ലീനിങ് ഈസിയാണ്. കുക്കിങ്ങിൻ്റെ കാര്യങ്ങളാണ് കുറച്ചൊന്ന് എല്ലാം ഒന്ന് ഒരുങ്ങി ഒതുക്കി വരണമെങ്കിൽ കുറച്ചൊരു ടൈം എടുക്കുക. ഈ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പാത്രം കഴുകണ ചടങ്ങാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇടക്കിടക്ക് ഇങ്ങനെ കഴുകിയെടുക്കുന്നതിനെ കൊണ്ട് കുറേ അധികം പാത്രങ്ങൾ എനിക്ക് കഴുകാനുണ്ടാവില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താക്കും, പിന്നത്തേക്കെന്ന് പറഞ്ഞ് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുക. അതാണ് എൻ്റെ ഒരു പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെക്കണതിനെ കൊണ്ട് ലാസ്റ്റ് കുറച്ച് പാത്രങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി കഴുകി സിങ്ക് അതുകൊണ്ട് വൃത്തിയാക്കിയിട്ട് പിന്നെയുള്ള പരിപാടി എന്താണ്, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഉച്ചവരെയുള്ള കുക്കിംഗ് കഴിഞ്ഞല്ലോ. ഇനിയിപ്പം ഒരു വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരാനുള്ള ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് ഈവനിങ് സ്നാക്സിനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റെഡിയാക്കാനാണ് അടുക്കളയിലേക്ക് വരിക. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി മേശമേൽ വെച്ച് കഴിഞ്ഞാൽ അതും കഴിച്ച് പാത്രം കഴുകി വെക്കണ പരിപാടിയേ ഉള്ളൂ ഉച്ചക്കത്തെ കാര്യത്തിലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ കുക്കിങ്ങിൻ്റെ ആ ഒരു കാര്യം കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം വൈകുന്നേരം ആ ഒരു സമയത്ത് തന്നെ രാത്രിത്തേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കും. അല്ലെങ്കിൽ രാത്രി വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ സന്ധ്യക്ക് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് രാത്രിത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കട്ടെ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ആ ഒരു അടുക്കളയിലുള്ള ആ ഒരു ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് അങ്ങോട്ട് തുടച്ചിടും. പിന്നെ ഗ്യാസ് സ്റ്റവ് അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിടും കേട്ടോ. അപ്പം അടുക്കളയിലുള്ള പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് അടുക്കളയും ക്ലീനായി.
അത് കഴിഞ്ഞ പാടിതാ ശിഖമോള് ഫോണിൽ മെസ്സേജ് വന്നിന് കേട്ടോ, വണ്ടി പുറപ്പെട്ടു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ശിഖമോൾ അങ്ങോട്ട് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഒരാഴ്ചത്തോളം 1.5 ആഴ്ചത്തോളം ഇപ്പം വണ്ടിയും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈം ഒന്ന് റെഡിയായി കിട്ടാൻ കുറച്ചൊരു പാടായിരിക്കും. പുതിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഓരോക്കെ കയറ്റിയൊക്കെ വരുമ്പോഴത്തേക്ക് ടൈം കുറച്ചൊന്നും ഇതാവില്ല. അപ്പോൾ 9 മണിക്ക് വണ്ടി പുറപ്പെട്ടെന്ന് പറഞ്ഞിട്ട് 9:45 ആയിട്ടോ വണ്ടി എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ശിഖമോളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതാ ഞാൻ ചായ കുടിക്കാനിരുന്നതാണ്. അപ്പോൾ നല്ല കടുപ്പത്തിലൊരു പാൽ ചായയൊക്കെ ഇട്ട് അതൊക്കെ കുടിച്ച് പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് അല്ലറ ചില്ലറ പണികളുണ്ടാവില്ലേ, ഈ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ ചിലപ്പം ഇപ്പോൾ ഈ പല്ല് വെക്കുന്ന സമയത്ത് അതിനൊക്കെ മാക്സിമം ഇപ്പോൾ ഈ വാഷ് ബേസിൻ കഴുകണം എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 5 മിനിറ്റ് ധാരാളമാണല്ലേ. ഡീപ്പ് ക്ലീനിങ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായിട്ട് എന്നും കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് വലിയൊരു കഷ്ടപ്പാടില്ലാണ്ട് അത് തീർക്കാൻ പറ്റും, ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്നും ഇതുപോലെ ഒരു 5 മിനിറ്റ് എടുത്തിട്ട് അതിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിലും വേഗം ആ ഒരു സ്ക്രബ്ബർ നമുക്ക് അത് കഴുകാനുള്ള ആ ഒരു ഏരിയ വൃത്തിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതെടുത്ത് കൊണ്ടുവരണമല്ലോ, ഇനിയിപ്പോൾ സ്ക്രബ്ബർ എവിടെയാണെന്ന് തിരയണമല്ലോ, അന്ന് അവിടെ കെട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് പോകും. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട ആ ഒരു സ്ഥിതിയിലേക്ക് പോകും. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കൈ എത്തുന്ന തരത്തിൽ ആ ഒരു ഏരിയ വൃത്തിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പം വാഷ് ബേസിൻ്റെ അടിയിലായിട്ട് കണ്ട ഒരു യെല്ലോ ഹോൾഡർ പോലത്തത് അത് അവിടെ വെച്ചിട്ട് അതിലാണ് ഈ ഈ വാഷ് ബേസിൻ കഴുകാനുള്ള ആ ഒരു സ്ക്രബ്ബറും ബ്രഷൊക്കെ ഇട്ട് വെക്കാം. പൈപ്പ് കഴുകാനുള്ള ബ്രഷും വാഷ് ബേസിൻ കഴുകാനുള്ള സ്ക്രബ്ബറും അതിലിട്ട് വെക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വിചാരിക്കുമ്പോൾ ഒന്ന് അതിൽ പാസ് ചെയ്യുമ്പോൾ ഇന്ന് വാഷ് ബേസിൻ ക്ലീൻ ആക്കിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് നമുക്കൊരു 5 മിനിറ്റ് എടുത്തിട്ട് വേഗം ക്ലീൻ ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ ബാത്റൂമും അങ്ങോട്ട് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അതും അവിടെ വൃത്തിയായി നിൽക്കും. ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് സ്ഥിരമായിട്ട് എന്നും ചെയ്യണ കാര്യം ഡീപ്പ് ക്ലീൻ ചെയ്യണ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളെ ഡെയിലി ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനത്തെ ഒരു റോൾ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു 50 ഷീറ്റിൻ്റെ റോളാണ് കേട്ടോ. ഇത് നമുക്ക് റീയൂസബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റോൾ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്ലീനിങ്ങിൻ്റെ പെട്ടെന്ന് പൊടി പിടിക്കുന്ന ഏരിയ, അതുപോലെ തന്നെ മിററൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനത്തെ റോള് ഷീറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ആ ഒരു ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് വേഗം ക്ലീൻ ചെയ്യാം. അപ്പം തുണി എടുക്കാൻ പോയാനോ അല്ലെങ്കിൽ എന്നാൽ പിന്നെ അവിടെ കട്ടെ ആ തുണി ഇനിയിപ്പോൾ കൊണ്ടുവന്നത് ക്ലീൻ ചെയ്യേണ്ട അങ്ങനത്തെ ആ ഒരു മടി പിടിച്ച പരിപാടി ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് വിചാരിച്ച സമയത്ത് പൊടിയാണെന്ന് കാണുന്ന സമയത്ത് നമുക്ക് വേഗം തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു റോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി വലിപ്പമുള്ള, കുറച്ചും കൂടി തിക്നെസ് ഉള്ള, കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഞാൻ വാങ്ങിയിട്ട്. അപ്പോൾ അത് ഞാൻ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും അടുക്കളയിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഡൈനിങ് ടേബിൾ തുടയ്ക്കാൻ, കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനൊക്കെ ആയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഈ ഒരു റോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനത്തെ ഷീറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ പൊടി പിടിക്കുന്ന TV സ്റ്റാൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് അവിടെ തുടച്ച് വൃത്തിയാക്കണം എന്ന് വിചാരിക്കണമെങ്കിൽ പൊടി കുറച്ച് അധികം ഉണ്ടെന്ന് തോന്നുന്നത് ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ക്ലീൻ ആക്കാൻ വേണ്ടി പറ്റും. പിന്നെ പെട്ടെന്ന് വൃത്തികേടാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഡൈനിങ് ടേബിളിൻ്റെ ഏരിയ ആണ്. അവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല അല്ലേ. ഓരോരുത്തർക്ക് എന്തെങ്കിലും സാധനം എടുത്തു കഴിഞ്ഞാൽ അത് എടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കണേ മടിച്ചിട്ട് ഇതുപോലെ ഡൈനിങ് ടേബിൾ ഇങ്ങനെ വിസ്തരിച്ച് കിടക്കണത് കാണുമ്പോൾ നേരെ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കും. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ മാത്രം വിചാരിച്ചാൽ നമ്മളെ വീട് ഇങ്ങനെ വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. നമ്മളെ ഫാമിലിയിലുള്ള ബാക്കി എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ നമ്മളെ വീട് ആ ഒരു വൃത്തിയിൽ നടക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരോടും കൂടി പറയാം. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ സാധനങ്ങൾ വലിച്ചു വാരി ഇടരുത്. അത് സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളോടാണെങ്കിലും ആ ഒരു കാര്യം പറഞ്ഞ് ശീലിപ്പിക്കുക. ഭക്ഷണം കഴിക്കേണ്ട ഏരിയ അത്രയും നല്ല രീതിയിൽ തന്നെ വൃത്തി തന്നെ സൂക്ഷിക്കുക. പിന്നെയുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില വീട്ടിലൊക്കെ കാണാം ഇതുപോലെ കുറേ സാധനങ്ങൾ ഡെക്കോർ പീസ് കുത്തി നിറച്ച് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ അലങ്കരിച്ച് വെക്കണത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇപ്പോൾ എന്ത് ഡെക്കോർ പീസ് ആണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗിയില്ലേ. അല്ലാണ്ട് നമ്മൾ വാങ്ങി അവിടെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ അത് തിരിഞ്ഞു നോക്കാണ്ട് പൊടി പിടിച്ച് അവിടെ കിടന്നു കഴിഞ്ഞാൽ അത് വെക്കാത്തതാണ് എന്തുകൊണ്ടും നല്ലത്. അത് വെച്ച് അങ്ങനെ വൃത്തികേടാക്കണേനേക്കാളും നല്ലത് വെക്കാത്തതാണല്ലേ. അപ്പോൾ ആ ഒരു കാര്യം പോലെ തന്നെയാണ് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കുറേ കാര്യങ്ങൾ കുത്തി നിറച്ച് വെക്കാണ്ട് മിനിമലായിട്ട് ഡൈനിങ് ടേബിൾ കൊണ്ടുനടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് വൃത്തിയാക്കേണ്ട കാര്യത്തിലാണെങ്കിലും വേഗം ആ ഒരു വൃത്തിയാക്കിയിടാൻ വേണ്ടി വേഗം കഴിയും. അടുത്തൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കുന്ന കാര്യം. അപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസമാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കൽ.
അപ്പോൾ ചില ആൾക്കാർ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഒക്കെ മാറ്റി വിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഒരാഴ്ചയിൽ കൂടുതൽ ബെഡ്ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ വൃത്തികേടായിട്ടില്ലേ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരാഴ്ചയിൽ കൂടുതൽ ബെഡ്ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു സ്മെല്ല് നമ്മൾ ആ ഒരു കിടക്കുന്ന ആ ഒരു സ്ഥലമല്ലേ, അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മളെ റൂമിലേക്ക് കയറുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ശരിക്കും ആ ഒരു സ്മെല്ല് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധിക സമയം ആ ഒരു ശരിക്കും ആ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് നമുക്ക് ആ കൃത്യമായിട്ട് ബെഡ്ഷീറ്റ് അലക്കാനും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ വൈറ്റ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അടിപൊളിയായി സുന്ദരക്കുട്ടപ്പനാക്കി വെച്ചിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇതിപ്പോൾ എന്താ പറയുക, ബെഡ്ഷീറ്റ് തട്ടിക്കുടഞ്ഞ് വിരിക്കുക ആ ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും പക്ഷേ ഈ ബെഡ് മേക്കിംഗ് എന്ന് പറയുന്നതിൽ കുറേ സൈക്കോളജിക്കലിയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ആ ഒരു ബെഡ് മേക്കിംഗ് ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ദിവസം മൊത്തം ആ ഒരു എനർജി കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെയാണ് ആര് പറയണത്, ബുദ്ധിയുള്ള സൈക്കോളജിക്കലി കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാർ പറയണത്. അത് ഞാൻ ഈ അടുത്താണ് കേട്ടോ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ആ ഒരു കാര്യം എനിക്ക് കിട്ടിയത്. പിന്നത്തെ പരിപാടി എന്താ, അടിച്ചു വാരിടുക എന്നുള്ളതാണ്. മൊത്തത്തിലൊന്നും അങ്ങോട്ട് അടിച്ചു വാരിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പേ നമ്മളെ പെറുക്കൽ പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പെറുക്കി ഓരോ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കാനുള്ള കുറേ കിരിപ്പിത്തിരി സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. കുട്ടികൾ സ്കൂളിൽ പോകുന്നതിൻ്റെ ആ ഒരു ജഗബോഗയിൽ ഉറപ്പായിട്ടും ഇങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ വാരി വലിച്ചിട്ടതുണ്ടാവും കേട്ടോ. നമ്മളെ വക വാരി വലിച്ചിട്ടതുണ്ടാവും, കുട്ടികളെ വക വാരി വലിച്ചിട്ടതുണ്ടാവും. അപ്പോൾ അതൊക്കെ ആദ്യം അങ്ങോട്ട് എടുത്ത് വെച്ച് ഒന്ന് അടുക്കി പെറുക്കി വെച്ചതിന് ശേഷം അങ്ങോട്ട് അടിച്ചു വാരിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗതി സെറ്റായി. ഇന്നത്തെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ്, ഇന്നത്തെ രാവിലത്തെ ആ ഒരു ക്ലീനിങ് പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് നമ്മളെ വീട് നല്ല രീതിയിൽ വൃത്തിയായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സമാധാനം സന്തോഷമൊക്കെയാണ് അല്ലേ. പിന്നെ നമ്മളെ ബാക്കിയുള്ള നമുക്ക് ചെയ്യാനുള്ള പണികളും കാര്യങ്ങളൊക്കെ നമുക്ക് സമാധാനത്തോടെ ഇരുന്നെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ വീട് നല്ല വൃത്തിയാക്കി വെക്കുന്ന ദിവസം ഒന്നും ഒരു വിരുന്നുകാർ നമ്മളെ വീട്ടിലേക്ക് വരില്ല. നേരെ മറിച്ച് നമുക്ക് എന്തെങ്കിലും സമയമില്ലാണ്ട് അല്ലെങ്കിൽ നമുക്ക് വയ്യാണ്ടൊക്കെ ആയിട്ട് ഒരു അലങ്കോലമായിട്ടാണ് വീട് കിടക്കണമെന്നുണ്ടെങ്കിൽ അന്ന് ഉറപ്പായിട്ടും വിരുന്നുകാർ വരികയും ചെയ്യും. അങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഈ അടിച്ചു വാരുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു ട്രിക്കും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു അടിച്ചു വാരൽ ഈസി ആവാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ചെയ്യേണ്ടത് നമ്മളെന്തായാലും ചെയ്യണം, എന്നാലും കുറച്ചും കൂടി ഒരു സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുക ഒരു ഓർഡർ ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ലിവിങ് റൂമിൽ നിന്ന് അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് അടുക്കളയിലേക്ക് ലിവിങ് റൂം, 2 ബെഡ്റൂം, അടുക്കള, അങ്ങനെ ഒരു ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഡറിൽ തന്നെ എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്ത് അടിച്ചു വാരി ചെയ്ത് തീർക്കുന്ന ആ ഒരു ഫീല് കിട്ടും. പിന്നെ എപ്പോഴും ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഏറ്റവും മടിയുള്ള കാര്യം ആദ്യം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ആ ഒരു ഇനീഷ്യൽ എനർജിയിൽ നമ്മൾ ആ ഒരു കാര്യം പെട്ടെന്ന് ചെയ്ത് തീർക്കും. പിന്നെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിലേക്ക് ആ ഒരു മടിയുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ചെയ്യാന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറ്റി വെക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അടുക്കളയാണ് ഞാൻ ആദ്യം വൃത്തിയാക്കിയിടുക. നമ്മളെ രാവിലത്തെ ആ ഒരു കുക്കിങ്ങും ജഗബോഗിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൃത്തികേടായി കിടക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ അടുക്കളയായിരിക്കും. അപ്പോൾ ആ ഒരു അടുക്കള ആദ്യം അങ്ങോട്ട് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, മനസ്സിൽ തോന്നും ഈ ഒരു ഭാഗം ക്ലീൻ ആയില്ലേ, ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യം അത്ര വലിയ കുഴപ്പമില്ല, വേഗം കൊണ്ട് അടിച്ചു വാരിയിടാം. ആ ഒരു മൈൻഡിൽ വേഗം ബാക്കിയുള്ള കാര്യങ്ങളും കൂടി അങ്ങോട്ട് അടിച്ചു വാരിയിടും. അല്ല ഇതൊക്കെ ഇപ്പം ഞാൻ ആരോടാ പറയണത്, നിങ്ങളൊക്കെ ഇതിൽ പ്രോകളാണ്, അടിപൊളി ആൾക്കാരാണെന്ന് എനിക്കറിയട്ടോ. എന്നാലും നമുക്ക് ഒന്ന് മടി പിടിച്ചിരിക്കണവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് കേട്ടോ, എനിക്കൊരു ഉഷാർ കിട്ടലുണ്ട്. ഇങ്ങനെ ക്ലീനിങ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.